മോർണിംഗ്. ഞങ്ങൾ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക് കാറാണ്. ഇത് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി കാരണം ഞങ്ങളുടെ വീട്ടിലും ഇലക്ട്രിക് കാർ ഉണ്ടായിട്ടുണ്ട്. അന്നേരം ഞങ്ങളും പല വഴിയിലും കടന്നു പോയിട്ടുണ്ട് ചാർജ് ചെയ്തിരുന്നത്. അതിനൊരു പരിഹാരമായിട്ടും പിന്നെ അതിനുവേണ്ടി അങ്ങനെയാണ് ഞങ്ങൾക്കൊരു വണ്ടി ഉണ്ടാക്കണമെന്ന് തോന്നിയത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ കാർ ഉണ്ടാക്കിയത്. ബാറ്ററി ചാർജ് ആവുന്നു. നമ്മളിത് സെറ്റ് ചെയ്യുന്നത് ലിഥിയം ബാറ്ററിയാണ്. ലിഥിയം ബാറ്ററി പ്രത്യേകത പറയുമ്പോൾ ഇത് ലോങ് ലൈഫാണ്. പിന്നെ അത് ഒരുപാട് ബാക്കപ്പ് കിട്ടും നമുക്ക്. ബാറ്ററി സേഫ്റ്റി ഫീച്ചറായിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ. നമ്മുടെ വണ്ടി ഇപ്പോൾ നോർമൽ കാറിനകത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എക്സ്ട്രായിട്ട് ബാറ്ററി വെക്കേണ്ടി വരും. അതിന് പകരമായിട്ട് ഇതിനകത്ത് തന്നെ 48 വോൾട്ടിനകത്ത് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് സോളാറിലും ചാർജായിട്ട് വണ്ടി ഓടും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യുന്ന വെയിറ്റ് ചെയ്യുന്ന സമയം ലാഭമുണ്ട്. സ്പീഡ് കൂടുന്നുള്ള ടെൻഷൻ കുറവുണ്ട്. നമ്മുടെ റേഞ്ച് ആൻസൈറ്റി ഇത് കുറയ്ക്കും. അത് മാത്രമല്ല ഈ വണ്ടി നമ്മുടെ ജോലിക്ക് പോകുന്നതാണ് ഇത് പാർക്കിങ്ങിലൂടെ അതാവും. ഇതൊക്കെയാണ് നമ്മുടെ റിസ്ക് പ്രത്യേകത. പിന്നെ ഇതിൽ മെയിനായിട്ട് വരുന്ന പാർട്സ് എന്ന് വെച്ചാൽ ടയറ്, പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സ്, ഷോക്ക് അബ്സർ, പിന്നെ സോളാർ പാനല്, 48 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി. പിന്നെ നമ്മൾ ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എക്സ്റ്റേണലായിട്ട് ഒരു ബാറ്ററി വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സോളാർ മൊഡ്യൂള്. ഇതിനകത്താണ് സോളാറിൻ്റെ ഇൻപുട്ടും ബാറ്ററിയുടെ ഇൻപുട്ടും കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ടും എടുക്കുന്നത്. പിന്നെ ഇത് നമ്മൾ സൗണ്ട് സിസ്റ്റം നമ്മൾ അതിനകത്ത് ക്ലാസ് ഡി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഔട്ട്പുട്ടും 50+50, പിന്നെ 100 വാട്ട്സ് സബ് ഔട്ട്. പിന്നെ നമ്മൾ ആക്സിലേഷൻ അല്ലാതെ നമ്മൾ സ്പീഡിലോട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ നോർമൽ ബ്രേക്കല്ല, ഡിസ്ക് ബ്രേക്കാണ്. ബൈക്കിൻ്റെ ഡിസ്ക് ബ്രേക്കും ചെയിൻ പോക്കറ്റും. അതുമാത്രമല്ല നമ്മളിത് ഫുള്ള് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മൾ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം സ്പെയർ കടയിൽ നിന്ന് എടുത്ത വേസ്റ്റാണ്. ഈ വർഷം അക്കാഡമിക് വർഷത്തിൻ്റെ തുടക്കം മുതൽ ഈ രണ്ട് കുട്ടികളും വളരെ കാര്യമായിട്ട് തുടങ്ങിയ ഒരു പ്രോജക്റ്റിൻ്റെ ഔട്ട്കമാണ് ഈ കാണുന്ന വാഹനം. ഇതിൻ്റെ ഡിസൈൻ മുതൽ ഇതിൻ്റെ ഓരോ ഫീച്ചറും ഈ കുട്ടികൾ സ്വന്തമായിട്ടാണ് ചെയ്തതെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനവർ കോപ്പീഡ് ഫ്രം എനിവൺ. ആരിൽ നിന്നും കോപ്പി അടിക്കുകയോ ഒന്നും ചെയ്യാതെ ഓരോ ഇഷ്യൂസ് വരുമ്പോൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ആലോചിച്ച് എന്നാൽ കോസ്റ്റിനെ എഫക്റ്റീവ് ആക്കിക്കൊണ്ട് ഉള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്ത ഒരു വാഹനമാണിന്ന് നമ്മളിവിടെ എക്സിബിഷൻ അല്ലെങ്കിൽ കോമ്പറ്റീഷന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. രണ്ട് കുട്ടികൾക്കും എല്ലാ ബെസ്റ്റ് വിഷസ്. നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളായിട്ടുള്ള നവീൻ കിഷോറും അഭിമന്യുവും തയ്യാറാക്കിയിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിള് ഒരു മോഡേൺ കൺസെപ്റ്റാണ്. നിലവിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്ന് കുറേയേറെ മാറ്റങ്ങൾ ഇതിലുണ്ട്. സാധാരണ ഇലക്ട്രിക് വാഹനങ്ങൾ സ്റ്റാർട്ടാവുന്നതിന് ഒരു ബാറ്ററിയുടെ സഹായം, സെപ്പറേറ്റ് ബാറ്ററിയുടെ സഹായം ആവശ്യമാണെങ്കിൽ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ പവർ സ്റ്റിയറിംഗ് ഉൾപ്പെടെ ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയാണ് ഈ 12ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഈ രണ്ട് വിദ്യാർത്ഥികൾ ഈ കൺസെപ്റ്റ് വെഹിക്കിള് റെഡിയാക്കിയിട്ടുള്ളത്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ അതിൻ്റെ പ്ലാനിങ്ങും ഡിസൈനിങ്ങും ഒക്കെ ഇവരുടെ മനസ്സിലെത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കാര്യമല്ല, വളരെ വലുതാണ്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ സൈഡെല്ലാം നവീനും ഹാർഡ്വെയർ സൈഡെല്ലാം അഭിമന്യുവും. അങ്ങനെയാണ് അവരുടെ ഒരു കോംബോ എന്ന് എനിക്ക് തോന്നുന്നു. വളരെ മെച്ചപ്പെട്ട രീതിയിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഈ വെഹിക്കിള് ഈ മേളയുടെ ആകർഷണമായി മാറിയിരിക്കുകയാണ്. ഇനിയും വിജയങ്ങളിലെത്താൻ ഇവർക്ക് കഴിയട്ടെ. എല്ലാ ഭാവുകങ്ങളും നേരും. ഈ വണ്ടി ഇവിടെ കിടക്കുന്നു.
നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ കാറ്, അതിനകത്ത് ഞാൻ കയറിയിരുന്നു അവരുടെ കൂടെ കുറച്ച് നേരം പോയപ്പോൾ ശരിക്കും നമ്മുടെ കാറ് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീൽ തന്നെയായിരുന്നു. അതുപോലെ തന്നെ വളരെ കംഫർട്ടായിട്ട് സ്മൂത്തായിരുന്നു വണ്ടി. കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ ഒരു സ്മൂത്ത് ഫീലിംഗ് ആണ് പോകുന്നത്. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ സ്കൂളിലെ കുട്ടികളിൽ ഒരു വിദ്യാർത്ഥി ആദ്യമായിട്ടാണ് ശരിക്കും ഞാൻ ഇതിന് വണ്ടിയിൽ കയറുന്നത്. വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെ അവർക്ക് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ ആശംസിക്കുന്നു. രണ്ട് കുട്ടികൾ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് നമുക്ക് പണിഞ്ഞ ഒരു വണ്ടിയാണിത്. അപ്പോൾ അതിനകത്ത് നമുക്കാണെങ്കിൽ സോളാർ വെച്ച് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബാറ്ററി വെച്ച് വണ്ടി നമ്മുടെ VHSC EDS കോഴ്സിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. മൾട്ടി മോഡലാണ്, സയൻസ് ഫെയറിൻ്റെ മൾട്ടി മോഡലായിട്ടാണ് ഇത് നമ്മൾ എടുത്തിരിക്കുന്നത്. സ്ക്രാപ്പ് പോളിസിയുടെ ഭാഗമായി ഇന്ത്യയിലെ വാഹനങ്ങൾ പൊളിക്കുന്നത് സംബന്ധിച്ച് ഒരു ഐഡിയ ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഇലക്ട്രിക് യുഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ എത്രത്തോളം സാധാരണക്കാർക്ക് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് വെണ്ടാർ വിദ്യാധിരാജയിലെ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളോട് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ നൂതന ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് എത്രത്തോളം പ്രയോജനകരമായ രീതിയിൽ ഇവ നിർമ്മിച്ച് സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഈ സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശാസ്ത്രമേളയിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ ഹയർ സെക്കൻഡറി സെക്ഷനിലെ ശാസ്ത്രമേള കൺവീനറാണ്. ഇന്ന് നമ്മളുടെ കുട്ടികൾ വർക്കിംഗ് മോഡലിന് വേണ്ടിയിട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മോട്ടോർ വാഹനമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലാനുസൃതമായിട്ട് പെട്രോളിയം ഫ്യൂവൽസിന് വില കൂടുതൽ വരുന്നതും ഫ്യൂവൽസിൻ്റെ പര്യാപ്തതയും നാൾ കൂടുന്തോറും കുറഞ്ഞു വരികയാണ്, പര്യാപ്തത കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ സോളാറിലേക്കും ഇലക്ട്രിക്കൽ വെഹിക്കിളിലേക്കും തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ കുട്ടികളുടെ ഐഡിയ വളരെ നല്ലതായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇതിൽ സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ബാക്കി സേഫ്റ്റി മെഷേഴ്സ് എല്ലാം എടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും അറിയിക്കും.